കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടി പ്രഭാത വന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം എൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് വായിക്കുന്നത്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:3 മാലാഖി 3:1 ഈ യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്രവചനം അടങ്ങിയിരിക്കുന്നു. മലാഖിയുടെ ശുശ്രൂഷയിൽ ഇസ്രായേലിന്റെ നടുവിൽ അവസാനിച്ചിട്ട് 400 വർഷങ്ങൾ കഴിഞ്ഞാണ് ദൈവം യോഹന്നാൻ സ്നാപകനെ അയക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ വന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ താൻ പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു വാക്കാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പേരുവൻ തന്നെ. അപ്പോൾ യെശയ്യാ പ്രവാചകനെ കുറിച്ച് ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുക. പ്രൈസലോ. അപ്പൊ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രവചന പുസ്തകങ്ങളുണ്ട്. അതിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുമുണ്ട്. അതിൽ അതിശ്രേഷ്ഠനായ രീതിയിൽ പ്രവചന ശുശ്രൂഷ ചെയ്ത ഒരാളാണ് യെശയ്യാവ് എന്ന് പറഞ്ഞ ആള്. പ്രൈസലോ. നമ്മ യെശയ്യാവിനെ കുറിച്ചാണ് ഇന്ന് പകൽ ചിന്തിക്കുന്നതെന്ന് പറയാൻ. പ്രൈസലോ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ എന്ന് മത്തായി എഴുതുന്നു. ആത്മീയമായി പറഞ്ഞാൽ ആ മരുഭൂമി ഇസ്രായേലിന്റെ ഉണങ്ങിയ വരണ്ട ഫലമില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ യോഹന്നാൻ ജനത്തെ ഉപദേശിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ യെശയ്യാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അപ്പം പ്രവാചകന്മാരിൽ മഹാപ്രവാചകനായി കരുതപ്പെടുന്ന ഒരു ശക്തനായ ദൈവദാസനായിരുന്നു യെശയ്യാ. ഫ്രൈസലോ. സത്യസന്ധമായ രീതിയിൽ ദൈവം നൽകിക്കൊടുത്ത ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനാത്മാവിൽ തനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ, അതും മാത്രമേ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒരിക്കലും തന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ മെനഞ്ഞെടുത്ത ഒരു കാര്യങ്ങളും പറയാതെ യഹോവയായി ദൈവം തന്നിൽ സംസാരിച്ചത് മാത്രം പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുക. ഇന്നത്തെ പ്രവാചകരെ പോലെയല്ല കേട്ടോ. പ്രൈസലോ. അപ്പൊ യെശയ്യാവ് എന്ന വാക്കിന് യഹോവ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. അവൻ ക്രിസ്തുവിന് മുമ്പ് BC 740 മുതൽ 700 വരെ ജീവിച്ചവനാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം അഭിഷേകം ചെയ്ത സകല പ്രവാചകന്മാരിലും വെച്ച് ഇവൻ പ്രധാനപ്പെട്ടവനാണ്. ഇസ്രായേൽ അനേക പ്രവാചകന്മാരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം അതിശ്രേഷ്ഠനും വിശിഷ്ടനുമായി വിളങ്ങിയവനാണ് യെശയ്യാവ് എന്ന് പറയുന്നയാൾ. ആമോസിന്റെ പുത്രനാണിവൻ. ഇവന് ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. ഇവൻ 4 രാജാക്കന്മാരായ ഉസിയാവ്, യോതാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് പ്രവചിച്ചു. ഒടുവിൽ ഇവൻ രക്തസാക്ഷിയായി മനശ്ശെ എന്ന രാജാവിന്റെ കൽപ്പന പ്രകാരം വാളുകൊണ്ട് വെട്ടേറ്റ് മരിച്ചു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഹല്ലേലൂയ. യെശയ്യാവ് നല്ല സാക്ഷ്യമുള്ള പ്രവാചകനാണ്, കുടുംബസ്ഥനാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ചും കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം വായിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലുണ്ട്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങൾ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. തന്റെ കുടുംബത്തെക്കുറിച്ച് പോലും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തണമെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരിൽ അതിവിശിഷ്ടനായി വിളങ്ങിയ യെശയ്യാവിന്റെ കുടുംബജീവിതം എത്ര മനോഹരമായിരുന്നു.
ഇന്നത്തെ പ്രവാചകന്മാരുടെ കുടുംബം പോലെയല്ലേ കേട്ടോ, ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ. ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് അയച്ച പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ മാത്രമാണ് പറയുന്നത്. സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും സ്വന്തം പഠനം കൊണ്ടും സ്വന്തം തത്വങ്ങളും അടിസ്ഥാനങ്ങളും ഇന്നത്തെ ഹിപ്നോട്ടിസം ഒക്കെ പഠിച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവചന ശുശ്രൂഷയല്ല വേദപുസ്തകത്തിൽ നാം കാണുന്ന പ്രവചന ശുശ്രൂഷ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പറയുന്ന പ്രവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഇന്ന് ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാം തെരഞ്ഞു നോക്കണം. പ്രൈസ് ലോർഡ്. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാണ്. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാരെല്ലാം അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അവരും അവരുടെ മക്കൾക്കും വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അവർക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന് ദൈവിക അരുളപ്പാടുകൾ ലഭിച്ചിരുന്നു, രക്തം ജയം. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാർക്ക് ദൈവിക അരുളപ്പാടുകൾ ലഭ്യമല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പ്രവചിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഉപദേശത്തെ കൂട്ടിമാറ്റി ഉപദേശത്തെ മറിച്ചു കളഞ്ഞ് സഭയുടെ അടിസ്ഥാനത്തെ തകർത്ത് വിശുദ്ധിയുടെ പ്രമാണത്തെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം ഹിതപ്രകാരം പ്രവചിക്കുന്ന പണമുണ്ടാക്കുന്ന പ്രവാചകന്മാരെ തട്ടിമുട്ടി ഇന്ന് നടക്കാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും പ്രവാചകന്മാർ സഭയ്ക്കകത്ത് പ്രവാചകന്മാരുടെ തള്ളല, സഭയ്ക്കകത്ത് പ്രവാചകന്മാരുടെ കൂട്ടങ്ങളാണ്. ഇടയന് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത വിധത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടം സഭയ്ക്കകത്ത് വന്ന് കയറും. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വലിയ വെറുപ്പൊക്കെ തോന്നും. എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരിൽ ഇന്നത്തെ പ്രവാചനം എന്നൊക്കെ പറയുന്നത് വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവചനമാണ്. ആരുടെയെങ്കിലും പ്രവചനം എന്ന് പറഞ്ഞാലല്ലേ വിദേശത്തെത്താൻ കഴിയുള്ളൂ. അതുപോലെ വിദേശികളായിരിക്കുന്ന പ്രവാസികൾ അല്ലെങ്കിൽ അവർ പ്രവചനം കേൾക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവരുണ്ട്. ചിലരൊക്കെ പ്രവചനം കേട്ട് ജീവിക്കുന്നവരാ. വചനമൊന്നും അവർക്ക് വേണ്ട, പ്രവാചകനെ മതി. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പ്രവാചക ശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ജീവിതത്തിൽ ഇന്നുവരെ അവർ കേട്ട പ്രവചനങ്ങളൊന്നും നിറവേറിയിട്ടുമില്ല. എന്നും പ്രവചനം കേട്ട് എഴുന്നേൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അനവധി വിദേശീയരുണ്ട്, സ്വദേശീയരുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്ക്. വചനത്തിനകത്ത് നൽകിയിരിക്കുന്ന രക്ഷയും മനസ്സാന്തരവും വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും വേർപാടും വിശുദ്ധിയും അപ്പോസ്തോലിക ഉപദേശങ്ങളും അതുപോലെ തന്നെ കർത്തമേശയും അതുപോലെ കൂട്ടായ്മയും പ്രാർത്ഥനയും അതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. ആ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ നിന്ന് ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. രക്തം ചെയ്യും. അല്ല, നിങ്ങൾ പ്രവാചകനെ മാത്രം അന്വേഷിച്ച് പ്രവാചകനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രവചനം എന്നൊക്കെ പറയുന്നത് ദൈവവചന ശുശ്രൂഷയില്ല, അടിസ്ഥാനങ്ങളില്ല, ഉപദേശങ്ങളില്ല. ഉപദേശങ്ങളെയെല്ലാം അവർ കാറ്റി പറത്തിക്കളഞ്ഞു. അവർക്ക് കീശ വീർപ്പിക്കണം, അത് മാത്രമാണ്. യാതൊരുവിധ വചനവുമായി അടിസ്ഥാനമില്ലാത്ത പ്രവചനങ്ങൾ. ഹല്ലേലൂയ. ഓരോ പ്രവാചകന്മാരും വളർന്ന് വലിയ നെറുകയിലെത്തിയിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് അനുയായികൾ, പിന്നണികളുണ്ട്. സഭയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നവരുടെ കാര്യവിവരങ്ങൾ മുഴുവൻ ചോദിച്ചറിഞ്ഞ് പ്രവാചകനെ അറിയിച്ചിട്ട് പ്രവാചകൻ സ്റ്റേജിൽ നിന്ന് അവരുടെ പേരും വിവരങ്ങളും വിളിച്ചു പറയുമ്പോൾ കാണികളായിരിക്കുന്ന കേൾവിക്കാരായിരിക്കുന്ന ജനം ഓർക്ക് ഇതെല്ലാം സത്യസന്ധമായിരിക്കുമെന്ന്. അവിടെ നിന്ന് പ്രസംഗിക്കുന്ന പുള്ളി ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് നീ തിരിച്ചറിയണം കേട്ടോ. അല്ലെങ്കിൽ അവർ പറയാൻ അവർക്ക് കുറച്ച്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരതിനെ കൂട്ടിമാറ്റി തട്ടിമുട്ടിയൊക്കെ അതിനെ കൊണ്ട് വേറെ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിട്ടുള്ള ദൈവവചനങ്ങളൊക്കെ ഉണ്ട്. അവർ കൊർന്നേലിയോസിന്റെ ചരിത്രമൊക്കെ എടുത്തിടും. പക്ഷെ യഥാർത്ഥമായി പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് പ്രവചിക്കുന്നവരാ. ഇന്നത്തെ പ്രവചന ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ നീക്കിക്കളഞ്ഞു. വിശുദ്ധിയും വേർപാടുമില്ല, ദൂതുകൾ മാത്രമാണ്. പിന്നെ ഇളക്കിപ്പെരുപ്പ ശുശ്രൂഷകളാണ് നടക്കുന്നത്. തള്ളിയിടുന്നു, ഊതിയിടുന്നു, ഇടിച്ചിടുന്നു, മറിച്ചിടുന്നു, വെടിവെച്ചിടുന്നു, ചവിട്ടിയിടുന്നു. ഈ കഴിഞ്ഞിടങ്ങളിലെ കർണക്കുറ്റിക്കെട്ടൊക്കെ അടി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഏതെല്ലാം കോപ്രായങ്ങൾ, കോമാളി വേഷങ്ങളാണ് ഇന്നത്തെ പ്രവാചക ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്നത്. എന്തെല്ലാം വേണമെങ്കിലും കാണണമെങ്കിൽ ഇന്ന് ദൈവസഭയ്ക്കകത്ത് വന്നാൽ മതി. അത്രമാത്രം ദൈവസഭ പ്രവാചക ശുശ്രൂഷകൾ കൊണ്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, ദൈവത്തിന്റെ ദാസിമാരുണ്ട്. ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മണിക്കൂറോളം ഇരുന്ന് ദൈവവചനത്തിന്റെ ദൂതുകൾ ഏറ്റെടുത്ത് വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഏറ്റെടുത്ത് വചനത്തിന്റെ ആഴങ്ങൾ സത്യമായിട്ട് പ്രസംഗിക്കുന്ന അനവധി ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്.
അവരെയൊന്നും ഇന്ന് ദൈവസഭയ്ക്കകത്ത് വിളിക്കത്തില്ല, ശുശ്രൂഷ അവർക്ക് കൊടുക്കത്തില്ല. അവരുടെ പ്രായം നോക്കി, നരം നോക്കി, അവരുടെ സൗന്ദര്യം നോക്കി അവരെ ഒഴിവാക്കുക. അവരെയൊക്കെ പഴയതായിട്ട് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പുതിയതായിട്ട് കടന്നു വരുന്നവർ സഭയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസനമായി, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ ജനത്തിന് ആവശ്യം വേർപാടിന്റെ ശുശ്രൂഷ, വിശുദ്ധിയുടെ ശുശ്രൂഷയാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ അരുളപ്പാടുകളെല്ലാം ദൈവഹിതമായിരുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ദൂതുകളും ആലോചനകളെല്ലാം നിറവേറി, ഇനി നിറവേറിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം നിറവേറുന്നതുമാണ്. എന്നാൽ ഇന്നത്തെ പ്രവചനം പോലെ അല്ല കേട്ടോ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, പ്രവാചക ശുശ്രൂഷയെ നീ തിരിച്ചറിയണം. പ്രവചനം തുച്ഛീകരിക്കരുത്. നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കാനാണ് ദൈവവചനം പറയുന്നത്. ഞാൻ പ്രവാചകന്മാർക്കെതിരോ പ്രവാചകന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരോ അല്ല ഞാൻ ഈ പറയുന്നത്. പ്രവചനം നല്ലതാണ്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. പക്ഷേ പ്രവാചകന്മാരെ തിരിച്ചറിയുവാൻ കഴിയണം. പ്രൈസ്. കള്ളപ്രവാചകന്മാരുണ്ട് എന്ന് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. അപ്പം കള്ളപ്രവാചകൻ ഏതാ? ദൈവം അരുളപ്പാട് കൊടുത്തയച്ച പ്രവാചകൻ ആരാണെന്ന് അവരുടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. അവരുടെ രൂപഭാവങ്ങൾ കൊണ്ടും അവരുടെ വാക്കുകൾ കൊണ്ടും അവരുടെ ഇടപെടലുകൾ കൊണ്ടും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അതിവിടെ യെശയ്യാ പ്രവാചകനെ പോലെയുള്ളവരെ നാം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ശക്തമായി പ്രവചിച്ചത് ആളാണ്. ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചയാളാണ്. ഹല്ലേലൂയ. അപ്പൊ ഏതൊരു പ്രവചന പുസ്തകത്തിലും ഇല്ലാത്ത അളവ് യേശുക്രിസ്തുവിന്റെ ജനനം, വളർച്ച, മരണം, ഉത്ഥാനം എന്നിവയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം വളരെ കൃത്യമായി ഈ വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം നോക്കണം നിങ്ങൾ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രവചനം? യേശുക്രിസ്തുവിന്റെ ജനനം, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ വളർച്ച, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം എന്നിവയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി ഏതൊരു കുഞ്ഞുകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാകത്തക്ക നിലയിൽ യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു. പ്രൈസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനത്തെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും പ്രവചിച്ച ശക്തനായ പ്രവാചകനാണ്. അതുപോലെ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് വ്യക്തമായി പ്രവചിക്കുന്നവനായിരിക്കണം. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രവചിച്ചതുപോലെ ഇന്നത്തെ പ്രവാചകകൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച്, ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകൻ വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തന്നെ യെശയ്യാ പ്രവാചകന്റെ സാന്നിധ്യത്തെ കുറിച്ച് അറിയിച്ചത്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷ. യേശു സ്നേഹിച്ച അപ്പോസ്തലനായ യോഹന്നാൻ ചെയ്ത ശുശ്രൂഷയാണ് യേശു അരുളി ചെയ്ത ദൈവവചന ശുശ്രൂഷ. അപ്പം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവചിച്ചിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ച ദൈവത്തിന്റെ വചനങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. രക്തം ചെയ്യും. അപ്പം വേദപുസ്തകത്തിൽ മൊത്തം ഏകദേശം 66 പുസ്തകങ്ങളുണ്ട്. സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയത്. ചില പുസ്തകങ്ങളൊക്കെ അതിനെക്കാട്ടി കൂടുതലുണ്ട്. അതൊന്നും ദൈവികമല്ല, കാലൂരികമായി ആദിമസഭ അംഗീകരിച്ചതല്ല, അപ്പോസ്തലന്മാർ അംഗീകരിച്ചതൊന്നുമല്ല. സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങളാണ്. 66 പുസ്തകങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിന് ശേഷം ഏറ്റവും അധികം അധ്യായമുള്ള പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇത് മശിയെ കുറിച്ച് പുസ്തകമായി ശോഭിക്കുന്നതിനാൽ ഇതിനെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ പുസ്തകങ്ങൾക്ക് അടുത്ത 5ാമത്തെ സുവിശേഷമായി വേദപണ്ഡിതന്മാർ ഈ പുസ്തകത്തെ രേഖപ്പെടുത്തുന്നു. അപ്പൊ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും 66 അധ്യായങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ വചനത്തെ നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തോട് അടുത്ത് ചേർന്ന് ഹല്ലേലൂയ നിൽക്കുക എന്നുള്ളതാണ്.
അപ്പൊ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രവചിച്ച പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനാണ് അല്ലേലൂയ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രൈസറുള്ള അല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, സത്യസന്ധമായ രീതിയിൽ ദൈവവചന ശുശ്രൂഷ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ആത്മീയമായി ഉണർത്തപ്പെടണം. രക്തം ചെയ്യണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ദൈവജനത്തോട് ശക്തമായ ദൂതുകൾ അറിയിച്ചിട്ടുണ്ട്. ദൈവജനം എങ്ങനെ ജീവിക്കണം, ദൈവജനം എങ്ങനെ വളരണം, അവിടെ എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആമിരടിയെ ചിന്തിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ സൂചനകൾ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ സുവിശേഷങ്ങൾ 5-ാമത്തെ പുസ്തകമായി പുതിയ നിയമസഭ ഇതിനെ പറയുന്നത്. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പല ഉദ്ധരണികൾ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. എല്ലാവരും അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം വായിച്ച് താഴോട്ട് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരളിച്ചത് നിവൃത്തിയാകുവാൻ സംഗതി വന്ന് താഴോട്ട് പഠനം കാണുന്നുണ്ട്. ഇവിടെ പ്രവാചക ശബ്ദം മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് നാം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും 14-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കും, ഗ്രഹിക്കില്ലതാനും, കണ്ണുകൊണ്ട് കാണും, ദർശിക്കില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു. അവർ ചെവി കൊണ്ട് ബന്ധമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവനിൽ നിവർത്തി വന്നു. ഇവിടെ പ്രവാചകന്റെ വാക്കുകളെ കുറിച്ച് ശക്തമായി മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന കാണാൻ കഴിയും. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7 തൊട്ട് 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്: കപടഭക്തിക്കാരി, നിങ്ങളെ കുറിച്ച് യെശയ്യാവ്, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. കണ്ടോ, പ്രവാചകന്റെ വാക്കുകളൊക്കെ എടുത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഓർത്തോണം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങൾ നിവർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞത് യെശയ്യാവിനെ പോലെ ശക്തന്മാരായിരിക്കുന്ന പ്രവാചക ഗണത്തെ ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ ചില നാളുകളിൽ അനവധി ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ നമ്മുടെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വേർപാടിലും വിശുദ്ധിയിലും യഥാർത്ഥമായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിച്ച് സത്യസന്ധമായി പ്രവചിക്കുന്ന അനവധി പ്രവാചകന്മാർ നമ്മുടെ ദൈവസഭകൾക്കകത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചക ശബ്ദം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവജനത്തിൽ നിന്ന് ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ കള്ളപ്രവചനങ്ങളുമായി അനേകർ പണമുണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പണമുണ്ടാക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പ്രവാചകന്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞപ്പോഴേ പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ള നമ്പർ കണ്ടെങ്കിൽ പ്രവാചകന്മാർ എടുക്കത്തില്ല. അത് ഈ പ്രവാചകന്മാരുടെ ഒരു തൊഴിലില്ല. അപ്പൊ കേരളത്തിൽ നിന്നുള്ള നമ്പർ കണ്ടാൽ എടുക്കത്തില്ല. എന്നിട്ട് ഞാനോട് പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ള നമ്പർ കണ്ടാൽ അവർ എടുക്കത്തില്ല. ആവശ്യത്തിന് വിളിച്ചാലും എന്തിനു വിളിച്ചാലും എടുക്കത്തില്ല. എന്നാൽ വിദേശ രാജ്യത്തിലെ നമ്പർ കണ്ടവർ പെട്ടെന്ന് എടുക്കും. എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ നമ്പരൊക്കെ എന്തായാലും വിദേശ രാജ്യത്തെ നമ്പറാണല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിൽ വിളിച്ചാൽ ഒരുപക്ഷെ എടുത്തേക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ 2-3 പ്രാവശ്യം വിളിച്ച് അദ്ദേഹമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്റെ ഫോൺ എടുത്തിട്ടില്ല. നിങ്ങളൊന്ന് വിളിച്ചു നോക്കും, നിങ്ങളുടെ ആവശ്യക്കാർ. അപ്പൊ നിങ്ങളുടെ നമ്പർ കേരളത്തിലെ നമ്പർ അല്ലല്ലോ. എന്തായാലും ആ സഹോദരി വിളിച്ച് ആ പ്രവാചകൻ എടുക്കുകയും ചെയ്തു. കണ്ട, പ്രവാചകന്മാരുടെ സ്വഭാവം അതാണ്. കേരളത്തിലെ നമ്പർ കണ്ടാൽ എടുക്കത്തില്ല. വിദേശ രാജ്യത്തെ നമ്പർ കണ്ട അപ്പോൾ ചാടിയെടുക്കും. അതിന് കാരണം എന്താണെന്നറിയോ? വിദേശ രാജ്യത്തുനിന്ന് വിളിക്കുന്ന ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുമാനമുണ്ട്. ഹല്ലേലൂയ. വരുമാനം പ്രതീക്ഷിച്ച് അത് ചാടിയെടുക്കും.
എന്നാൽ കേരളത്തിലെ നമ്പറുകൾ എടുത്താൽ അതിനകത്ത് പ്രയോജനം എന്തെങ്കിലും പ്രാർത്ഥന വിഷയമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിനകത്തൊന്നും കിട്ടാനും കാണത്തില്ല. അതുകൊണ്ട് ആ ഫോൺ അവർ എടുക്കത്തില്ല. ഞാൻ അദ്ദേഹത്തെ ഇത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, അദ്ദേഹമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ മേടിച്ചു കൊടുത്തത്. അല്ലേ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യെശയ്യാ പ്രവാചകനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. എത്ര സത്യസന്ധമായി വിശുദ്ധിയുടെ ആത്മാവിൽ നിന്ന് പ്രവചിച്ചവനാണ് യെശയ്യാവ്. അല്ലേ? ആരുടെയും പണം മോഹിച്ചിട്ടില്ല, ആരുടെയും നന്മ മോഹിച്ചിട്ടില്ല, വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, ആരോടും വ്യക്തിപരമായ രീതിയിൽ ദൂത് പറഞ്ഞ് പണം സമ്പാദിച്ച വ്യക്തിയല്ല. യെശയ്യാ പ്രവാചകൻ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥമായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം അനവധി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക, യെശയ്യാവിനെ പോലെ. പക്ഷെ ഒരു കാര്യം, വേർപാടും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിൽക്കണം. ശരീരത്തെ, ജീവിതത്തെ, മനസ്സിനെ, ഹൃദയത്തെ അശുദ്ധിയിലേക്ക് ഏൽപ്പിക്കാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നിൽക്കുന്ന ചിലരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ദൈവം ഉപയോഗിക്കുന്ന സത്യസന്ധരായിരിക്കുന്ന പ്രവാചകന്മാരുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിരവധി ആളുകളുണ്ട് കേട്ടോ ദൈവസഭയ്ക്കകത്ത്. അവരുടെ പ്രവചനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കള്ളപ്രവാചകന്മാരെ സാത്താൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ യെശയ്യാവൊക്കെ യഥാർത്ഥമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാ. എന്നാൽ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നത് സാത്താന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവചിക്കുന്നവരാ. അവർക്ക് എപ്പോഴും അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ, ലൗകികമായ കാര്യങ്ങളും അവിടെ ജഡത്തിന്റെ ചിന്തകളുമായിരിക്കും അവർക്കുള്ളത്. യെശയ്യാവിന് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, സ്വതം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചവൻ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ, വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരാറായി. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ പാപികളായിരിക്കുന്ന ജനം മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിന് ആവശ്യമായ ദൈവിക ദൂതുകളും ആലോചനകളും യഥാർത്ഥമായി പറഞ്ഞു കൊടുക്കുന്ന സത്യസന്ധരായിരിക്കുന്ന പ്രവാചകന്മാരെ യേശുക്രിസ്തുവിന് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്യുന്നുണ്ട് കേട്ടോ. രക്തം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, ദൈവം നിന്നെ ഒരു പ്രവചന ശുശ്രൂഷയിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. പ്രവചനത്തിന്റെ ആത്മാവിൽ ദൈവം നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. നിന്റെ മേൽ പ്രവചനത്തിന്റെ ആത്മാവിനെ തന്ന പ്രവാചക ശുശ്രൂഷ ദൈവം നിന്റെ മേൽ നൽകിക്കഴിയുമ്പോൾ അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളതാക്കി കൊടുക്കണം. യിരെമ്യാവിനെ പോലെ ശക്തമായി മുഖം നോക്കാതെ പ്രവചിക്കുന്ന പ്രവാചക ശുശ്രൂഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ മാനുഷികമായി മുഖം നോക്കാതെ, അവന്റെ പണം നോക്കാതെ, അവന്റെ സ്ഥാനമാനങ്ങൾ നോക്കാതെ, വിദേശത്തേക്കുള്ള യാത്ര നോക്കാതെ, വരുമാനം നോക്കാതെ യഥാർത്ഥമായി പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവിക വചനം മറകൂടാതെ പറഞ്ഞു കൊടുക്കണം. സത്യസന്ധമായ ഉപദേശങ്ങളായിരിക്കണം. അങ്ങനെയുള്ള പ്രവാചകന്മാർ ശക്തമായി ദൈവങ്ങൾ ഉപയോഗിക്കപ്പെടും. അവരുടെ ശുശ്രൂഷയിൽ ജനം മാനസാന്തരപ്പെടും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളൊന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ പുതിയ നിയമത്തിൽ യെശയ്യാവിനെ 11 സ്ഥലങ്ങളിൽ പ്രവാചകൻ എന്ന് പറയുന്നത് കാണാൻ കഴിയും. പുതിയ നിയമങ്ങളിൽ യെശയ്യാവിനെ 11 സ്ഥലങ്ങളിൽ പ്രവാചകൻ എന്ന് രേഖപ്പെടുത്തി കാണാൻ കഴിയും. പ്രവാചകൻ എന്നാൽ ആരാണ് പ്രവാചകൻ? സ്തോത്രം. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നവനാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നവനാണ് പ്രവാചകൻ. കർത്താവിന്റെ വായായവൻ. കർത്താവ് പറയുന്നത് രാജാക്കന്മാരുടെ മുമ്പിൽ നിന്ന് ധൈര്യപൂർവം കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുവാൻ തന്റെ ഇടമുള്ളവൻ, ധൈര്യമുള്ളവനായിരിക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, പ്രവാചകൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി, ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭരണ സംവിധാനങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന, അധികാരികളിൽ സംഭവിക്കാൻ പോകുന്ന, മതങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന, ജനങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന, കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് മുൻപ് കൂട്ടി പ്രവചിക്കുന്നവരാണ് ശക്തരായ പ്രവാചകന്മാർ. അവരുടെ വായ കർത്താവിന്റെ വായായിരിക്കും. സ്തോത്രം.
കർത്താവ് പറയുന്നതനുസരിച്ച് രാജാക്കന്മാരുടെ ന്യായാധിപന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി നിന്ന് പ്രവചിക്കുന്നവരായിരിക്കും ദൈവം അയക്കുന്ന ശക്തന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ, യെശയ്യാവിനെ പോലെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവ് എന്ന് പറയുന്നയാള്, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ 4 രാജാക്കന്മാരായിരിക്കുന്ന ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലഘട്ടത്തിൽ ധൈര്യപൂർവ്വം പ്രവചിക്കാൻ കാരണമായത്. സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പ്രവചനം എന്നൊക്കെ പറയുന്നത് ലോകത്ത് സംഭവിക്കുന്ന അനീതിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും കരിഞ്ചിന്തെക്കുറിച്ചും വാണിഭങ്ങളെക്കുറിച്ചും ആമീൻ അല്ലെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്മൃതിയെക്കുറിച്ചും വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ശക്തമായി ബോധ്യമുള്ളവരായി ദൈവത്തിന് അരുളപ്പാട് പ്രാപിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. അവരെങ്ങും കാലിടിക്കത്തില്ല, കാലിടറത്തില്ല, അവരെങ്ങും കാല് വിറയ്ക്കത്തില്ല. അവരുടെ ത്വാവില് അവർ ശക്തമായ രീതിയിൽ ദൈവത്തിന്റെ അരുളപ്പാട് പറയും, രക്തം ചെയ്യും. ശക്തമായി ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉറച്ചു നിന്ന് ദൈവത്തിനെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ വചനങ്ങൾ പ്രവചന ശബ്ദങ്ങളായി മാറുമ്പോൾ അത് പലരുടെയും ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളും. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ ശ്രോതാവേ? നിങ്ങളുടെ പ്രവചന ശുശ്രൂഷയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യുന്ന പ്രവചന ശുശ്രൂഷ ഏത് തരത്തിലാണ്, ഏത് മാർഗത്തിലാണ്, ഏത് വിധത്തിലാണ്, അതിനകത്തെ വിശേഷത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രവചിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ? ദൈവരാജ്യത്തെ കുറിച്ചാണോ? വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണോ? യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചാണോ? ജനത്തിന്റെ ആത്മീയ വർദ്ധവിന് വേണ്ടിയിട്ടാണോ? ജനത്തിന് പാപബോധം വരുത്തി കൊടുത്ത് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയാണോ നിങ്ങൾ പ്രവചനത്തിന്റെ ആത്മാവിൽ ചെയ്യുന്നത്? രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രവചനം ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കണം. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയും ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കൂടോത്രം ഉണ്ടെന്നും മന്ത്രവാദം ഉണ്ടെന്നും ക്ഷുദ്രമുണ്ടെന്നും ഏലസുണ്ടെന്നും തകിടുണ്ടെന്നും ആമേൻ അല്ലെങ്കിൽ വരുത്തുപോക്കുണ്ടെന്നും ചെയ്തദോഷമുണ്ടെന്നും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ അഥവാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അതിനെ നീക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രവചനമൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് ആ സ്റ്റെപ്പിന്റെ അടിയിൽ ഒരു തകിട് കിടപ്പുണ്ട്, നിങ്ങളുടെ പറമ്പിന്റെ മുകളിൽ ഒരു തകിട് കിടപ്പുണ്ട്. അത് പറയാനേ അവർക്ക് പറ്റത്തില്ല, എടുത്തു കൊടുക്കാൻ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ജനത്തെ ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ജനത്തെ ആമയലിയ ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന അനവധി പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രവാചകന്മാർ തകിടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു സഹോദരി വിളിച്ചു പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ പറമ്പിന്റെ ആമിലല്ലി അടുക്കള ഭാഗത്തൊരു വാളമ്പോൾ ഇരിപ്പുണ്ട്, ആ വാളമ്പോളിന്റെ ചൂട്ടിൽ കൂടോത്രം കൊണ്ടൊരു കുപ്പിയിൽ ഇട്ടിട്ടുണ്ട്, വാസ്തവ തേയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അത് കേട്ടിട്ട് ഞാനും വേറൊരു ദൈവദാസനുണ്ട്, പെരുമ്പാറുള്ള ദൈവദാസനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഞങ്ങൾ പല പ്രാവശ്യം തിരഞ്ഞു, ഒന്നും കാണാനില്ല. അവസാനം ഞാൻ ആ സഹോദരി പറഞ്ഞു, ആ പ്രവചിച്ച പ്രവാചകനെ പ്രവാചികയ്ക്ക് ഒന്ന് പറഞ്ഞു വിട്, അവരോടൊപ്പം നിന്ന് ഞങ്ങളത് നോക്കാം. അപ്പം പറഞ്ഞ പ്രവാചകനും വരത്തില്ല, പ്രവാചികയും വരത്തില്ല. അല്ലേ? അവർക്ക് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കുക. അങ്ങനെയുള്ള പ്രവചനം നിങ്ങൾ വിശ്വസിക്കരുത്. സത്യസന്ധമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ശക്തമായി പ്രവചിക്കുന്ന ദൈവദാസീദാസന്മാരുണ്ട്. അവർ പറയുന്ന ആലോചന കറക്റ്റായിരിക്കും, ആ ആലോചന ശക്തമായി നിറവേറുന്നതായിരിക്കും. അപ്പം ദൈവാത്മാവ് സംസാരിക്കുന്നത് കൊണ്ട്, ഭൂതാത്മാവ് സംസാരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് വചനം പറഞ്ഞ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ അടക്കമുള്ള പ്രവാചകന്മാർ, വേദപുസ്തക വലിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നവർ, ചെറിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന ഹോശേയ തൊട്ട് മാലാഖി വരെയുള്ള പ്രവാചകന്മാർ, അവരെല്ലാം സത്യസന്ധമായ രീതിയിൽ കർത്താവിന് വേണ്ടി അരുളപ്പാടുകൾ അറിയിച്ചവരാണ്. അല്ലെങ്കിൽ സ്തോത്ര മക്കളെ, ദാനിയേലിലേക്ക് നിങ്ങൾ പഠിച്ചു നോക്കിയാട്ട്, ദാനിയേലൊക്കെ എന്ന് പറഞ്ഞ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയുന്ന നിലത്തിൽ, രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നിലയില് ദൈവം ദാനിയേലിനെയൊക്കെ അഭിഷേകം ചെയ്ത് പ്രവാചകന്മാരായി നിർത്തിയിരുന്നു. അപ്പം രാജാവ് കണ്ട കാര്യങ്ങളൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ ദാനിയേൽ പറഞ്ഞു കൊടുത്ത് രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രങ്ങൾ നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, രക്തജയം.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ യെശയ്യാവിനെ പോലെ ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരെ പോലെ ഒരു നല്ല പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായും യെശയ്യാവിനെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അല്ലേ? യെശയ്യാവിന്റെ കുടുംബത്തിനൊക്കെ നല്ല സാക്ഷ്യമുണ്ടായി നിങ്ങൾ ചിന്തിക്കണം. അത് നമ്മൾ വായിച്ചു. അല്ലേലിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-18 വാക്യങ്ങൾ വായിച്ചു. നല്ല സാക്ഷ്യമുള്ള കുടുംബം. അല്ലേലിയ തനിക്ക് അല്ലേലിയ താനും തന്റെ ഏക ഭാര്യയും തന്റെ 2 മക്കളും. അല്ലേലിയ സ്തോത്രം. ബഹുഭാര്യത്വമൊന്നും യെശയ്യാവിന് ഇല്ലായിരുന്നു. അല്ലേലിയ യെശയ്യാവിനെ കുറിച്ച് പേരുദോഷങ്ങളൊന്നുമില്ല. യെശയ്യാവിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ പരിശുദ്ധാത്മാവിന്. അതാണ് പരിശുദ്ധാത്മാവിൽ യെശയ്യാവിനെ ദൈവം വെളിപ്പെടുത്തിയതും ആ പ്രവചന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, അല്ലേലിയ ജനങ്ങൾക്കും കർത്താവിനും പാലമായിരിക്കുന്നവനാണ് അല്ലേലിയ സ്തോത്രം പ്രവാചകൻ. ജനങ്ങൾക്കും കർത്താവിനും ഇടയിൽ പാലമായിരിക്കുന്നവൻ. ഒരു നദിയുടെ അക്കരെ ഇക്കരെ കടക്കാൻ വേണ്ടി ഒരു പാലം ഈ കരയിൽ നിന്ന് അങ്ങേക്കരയിൽ എത്തിക്കുന്നത് പോലെ ജനത്തിന്റെ കർത്താവിന്റെ ഇടയിൽ ഒരു പാലം പോലെ നിന്ന് പ്രവർത്തിക്കുന്നവനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അല്ലേലിയ. അത് യെശയ്യാവ് തന്റെ പ്രവചന ശുശ്രൂഷയിൽ വിശ്വസ്തനും സത്യസന്ധനുമായിരുന്നു. അല്ലേലിയ. യെശയ്യാവ് തന്റെ പ്രവചന സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അല്ലേലിയ. തന്നെ കുറിച്ച് യാതൊരുവിധ കളവും പറയുവാനില്ല. സ്തോത്രം. രക്തം ചെയ്യും. അത്രമാത്രം സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അല്ലേലിയ. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. ഏത് മനുഷ്യനെയും പ്രീതിപ്പെടുത്തണമെന്നവൻ കരുതാതെ കർത്താവിന്റെ പക്ഷത്ത് മാത്രം നിന്നു. അല്ലേലിയ. യെശയ്യാപ്രവാചകനെ ഒരു മനുഷ്യനെയും പ്രീതിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാതെ, പ്രീതിപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യാതെ, ഒരു മനുഷ്യന്റെ പോക്കറ്റ് നോക്കാതെ, പണം നോക്കാതെ, വിദേശ രാജ്യത്തേക്ക് ലഭിക്കാൻ പോകുന്ന ഓഫർ നോക്കാതെ, വിദേശത്തേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നോക്കാതെ, വിസ നോക്കാതെ, കർത്താവിന്റെ പക്ഷത്ത് മാത്രം നിന്ന് കർത്താവാൻ യേശുക്രിസ്തുവിന്റെ അടിയ ജനനത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഉദ്ധാരണത്തെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ശക്തമായി യേശുക്രിസ്തുവിന്റെ യഹോവയായ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവചിച്ച സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കുന്ന പ്രവാചകനായിരുന്ന യെശയ്യാവ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ശുശ്രൂഷയെ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം തലമുറയൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവേറ്റവും ആസനമായി ലോകം മുഴുവൻ അക്രമങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ഒക്കെ നിറയപ്പെട്ട് മനുഷ്യൻ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ദൈവസഭയെ, ദൈവമക്കളെ ഒരു ദയയും കൂടാതെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞിടയിൽ നിങ്ങൾ ബീഹാറിലൊക്കെ നടന്ന സംഭവം കണ്ടില്ല? ഒരു ദൈവദാസന്റെ മകനെ ഒരു കൂട്ടം ജനങ്ങൾ അടിച്ചു കൊന്നത്. കഴിഞ്ഞിടയിൽ നിങ്ങൾ കണ്ട ഒരു സഹോദരി ജനങ്ങളെല്ലാം കൂടി തല്ലിക്കൊന്നത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ, പീഡകൾ വർദ്ധിക്കുമ്പോൾ, യെശയ്യാവിനെ പോലെ സത്യസന്ധമായും വിശ്വസ്തയോടും കൂടി പ്രവചിക്കുന്ന, മനുഷ്യന്റെ മുഖം നോക്കാതെ, പ്രീതി നോക്കാതെ ശുശ്രൂഷിക്കുന്ന, ദൈവപക്ഷത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന ശക്തരായ പ്രവാചക ഗണത്തെ ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടമായി, ഒരു വലിയ ഉണർവിന്റെ ശുശ്രൂഷയുമായി ജനത്തെ പാപബോധം വരുത്തുന്ന, ജനത്തിന്റെ അകൃത്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്ന ശക്തമായി ദൂതമായി ദൈവം ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതിലൊരാൾ നിങ്ങളായിക്കൂടെ? അതിലൊരാൾ നിങ്ങൾക്കായിക്കൂടെ? ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കണം. രക്തം ചെയ്യും. യെശയ്യാവ് എന്ന് പറയുന്ന ആള് അല്ലേലൂയ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നവനാണ്. യഹോവയായ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചവനാ. ഒരിക്കലും യെശയ്യാവ് മനുഷ്യന്റെ പക്ഷം ചേർന്ന് മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവചിച്ചില്ല. യഹോവയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ശക്തമായ രീതിയിൽ പ്രവചിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ യഹോവയായ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യന്റെ മുഖം നോക്കാതെ പ്രവചിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പീലിപ്പോസ് നല്ലൊരു ശുശ്രൂഷകരായിരുന്നു പുതിയ നിയമത്തിൽ. പീലിപ്പോസിന്റെ 4 മക്കളും പ്രവാചകന്മാരായിരുന്നു നമ്മളവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തെ മുഴുവൻ ദൈവം പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്? കാരണം അവർ വിശ്വസ്തരും സത്യസന്ധരുമായി
മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാതെ യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി ശുശ്രൂഷിക്കുവാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് പീലിപ്പോസിനെ തന്റെ മക്കൾ 4 പേരും ദൈവം പ്രവചന ശുശ്രൂഷയിൽ നിറച്ചു. അല്ലേരി അവരുടെ മേൽ ദൈവം പ്രവചനാത്മാവിനെ പകർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവപക്ഷത്ത് നിൽക്കുവാൻ നീ തയ്യാറാകുവാണെങ്കിൽ യെശയ്യാവിനെ പോലെ ദൈവം നിന്നെ ഉപയോഗിക്കും. പ്രൈസ് ലോർഡ്. മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് നീ പ്രവചിക്കാൻ തയ്യാറായ ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല, നിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തില്ല. ദൈവപക്ഷത്ത് നിൽക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 66 പുസ്തകങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനങ്ങൾ, ശുശ്രൂഷിച്ച ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് അരുളപ്പാടായി നൽകിത്തന്ന പ്രവാചകന്മാരെ ഹല്ലേലൂയ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകന്മാരെയും സാത്താൻ ഉപയോഗിക്കുന്ന പ്രവാചകന്മാരെയും നാം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ആത്മജീവിതത്തിൽ നാം പണിതെടുക്കണം. സത്യസന്ധമായ രീതിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം വളർത്തുന്നത്. അവരെയാണ് ദൈവം ശക്തമായി അമേ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നത്. അപ്പം ദൈവം നമുക്ക് നൽകുന്നത് മാത്രമേ, ദൈവം നമ്മോട് പറയുന്നത് മാത്രമേ നാം വിളിച്ചു പറയാവൂ. ഹല്ലേലൂയ. അതാണ് സ്വതം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ പ്രവാചകന്റെ മറ്റൊരു പേരാണ് ദർശകൻ. ഹല്ലേലൂയ. പ്രവാചകന്റെ മറ്റൊരു പേരാണ് ദർശകൻ. ഞാൻ ആദ്യം പറഞ്ഞു, അവൻ കർത്താവിന്റെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നവനാണ്, കർത്താവിന്റെ വായായി ഇരുന്നവനാണ്, രാജാക്കന്മാരുടെ മുമ്പിൽ പ്രവചിക്കുന്നവനാണ്. അവൻ കർത്താവിന്റെ ജനങ്ങൾക്കിടയിൽ പാലമാണ്. ഇവിടെ പറയാണ് പ്രവാചകന്റെ മറ്റൊരു പേര് ദർശകൻ എന്ന്. ഹല്ലേലൂയ. ഈ പേര് അധികമായി ശമൂവേൽ പ്രവാചകനാണ് നൽകപ്പെട്ടിരിക്കുന്നത്, ദർശകൻ എന്നുള്ളത്. ഹല്ലേലൂയ. അവൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദർശനങ്ങൾ കണ്ട് കർത്താവിന്റെ ജ്ഞാനം പ്രാപിക്കുന്നവരും രഹസ്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നവരുമാകുന്നു ഇവർ. പഴയ നിയമത്തിൽ പ്രവചന അഭിഷേകം വിശേഷിച്ചതായിരുന്നു. പുതിയ നിയമത്തിലും കർത്താവ് പ്രവചനവരം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രവചന ശുശ്രൂഷ വെച്ചിരിക്കുന്നു. പഴയ നിയമത്തിലും ദൈവം പ്രവചന ശുശ്രൂഷയും പ്രവചനാഭിഷേകവും വളരെ ശക്തമായി നൽകിയെങ്കിൽ പുതിയ നിയമത്തിലും കർത്താവ് പ്രവചന ശുശ്രൂഷയെ വെച്ചിട്ടുണ്ട്, പ്രവചനപരത്തെ വെച്ചിട്ടുണ്ട്. അത് നാം പ്രാപിക്കുക തന്നെ ചെയ്യണം, വ്യക്തം ചെയ്യണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവ് നമ്മോട് അരുളി ചെയ്ത പ്രവചനപരത്തെ നിങ്ങൾ വാഞ്ചിക്കണം. ആ പ്രവചന ശുശ്രൂഷ നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഈ തലമുറയിൽ നിങ്ങൾ സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവിക അരുളപ്പാടുകളെ നിങ്ങൾ വിളിച്ചു പറയണം. അധികാരികളും ന്യായാധിപന്മാരോട്, ഭരണാധിപന്മാരോട്, ജനത്തോട്, രാജ്യത്തോട്, രാഷ്ട്രത്തോട്, രാജാക്കന്മാരോട്, സകല ജനത്തോടും ദൈവിക അരുളപ്പാടുകൾ വിളിച്ചു പറയണം. പാപബോധം വരുത്തണമെന്ന്. അപ്പം കർത്താവായ യേശുക്രിസ്തു നമുക്ക് എന്ത് ചെയ്യുന്നു? പുതിയ നിയമത്തിൽ പ്രവചനപരം വെച്ചിരിക്കുന്നു, പ്രവചന ശുശ്രൂഷയും വെച്ചിരിക്കുന്നു. യഹോവയായി ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യുമെന്ന് സംഖ്യാപുസ്തകം 12:6 വായിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. അത് കർത്താവ് നിങ്ങൾക്ക് ദർശനത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദർശനത്തിൽ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല, സ്വപ്നത്തിൽ നിങ്ങളോട് അരുളി ചെയ്യുകയും ചെയ്യും. യഥാർത്ഥമായി നാം ദൈവത്തിന് നിൽക്കുകയാണെങ്കിൽ പഴയ നിയമ ഭക്തന്മാർക്ക് കർത്താവ് വെളിപ്പെട്ടതുപോലെ, പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെട്ടതുപോലെ, അവരോട് അരുളി ചെയ്തതുപോലെ നിങ്ങളെ നിൽക്കും ദൈവം വെളിപ്പെടും. നിങ്ങളോടും ദൈവം അരുളി ചെയ്യും, നിങ്ങളോടും ദൈവം സംസാരിക്കും. അതുകൊണ്ട് പ്രവചനം വരെ നിങ്ങൾ വാഞ്ചിക്കണം. പ്രവചനം വരെ വാഞ്ചിച്ച് പ്രവചന ശുശ്രൂഷകളെ ഒരുക്കത്തോടെ നിങ്ങൾ ദൈവത്തിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രവചിക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവപക്ഷത്തിൽ നിന്ന് പ്രവചിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മീയ വരങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മീയ വരങ്ങളെ കുറിച്ചുള്ള ദാഹവും വാഞ്ചിയും ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്താണ് വേണ്ടിയേ?
ആത്മീയ വരവും ആത്മീയ വാശിയും പ്രവചനതാപവും നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചത് എന്താണ്? ഹല്ലേലൂയ, ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങൾ വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. നിങ്ങളിതിന് ആത്മീയ വരങ്ങളും പ്രവചനപരവും വാഞ്ചിക്കണം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പം പഴയ നിയമത്തിലെ ഭക്തന്മാരെ മാത്രമല്ല, പുതിയ നിയമത്തിലും ദൈവം ചിലരെ പ്രവാചകന്മാരായി അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ വാഞ്ചയോടുകൂടി ദൈവത്തിലിരിക്കുന്നെങ്കിൽ ആത്മീയ വരങ്ങളും ഫലങ്ങളും പ്രവചനത്തിന്റെ വരങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കും. യെശയ്യാവിനെ പോലെ നിങ്ങൾ സത്യസന്ധതയോടുകൂടി പ്രവചിക്കാൻ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശക്തനായ പ്രവാചകനായിരുന്നു. ശക്തമായി കാര്യങ്ങൾ പ്രവചിച്ചവനാണ്. യേശു ദൈവമായിരിക്കുമ്പോൾ തന്നെ, യേശു മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർക്കുമ്പോൾ തന്നെ ശക്തമായ രീതിയിൽ പ്രവാചക ശുശ്രൂഷയും ചെയ്തവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയനെ, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനാണ്. അതെ, ശുശ്രൂഷകൾ പലതാണെങ്കിൽ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും കർത്താവ് ഒരുവനായി നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് നമ്മളെ ദൈവശക്തമായിട്ട് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുത്തും. രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യെശയ്യാ പ്രവാചകനെ പോലെ ശക്തമായി നാം ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. യെശയ്യാ പ്രവാചകനെ പോലെ ശക്തമായി സാക്ഷ്യമുണ്ടായിരിക്കണം. യെശയ്യാ പ്രവാചകനെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്താൻ, അവന്റെ കുടുംബത്തെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് പോലെ പ്രവാചകനെ കുറിച്ച് നല്ല സാക്ഷ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ ദൈവത്തിന്റെ വായായിരിക്കണം. പ്രവാചകൻ ദൈവത്തിന് കേട്ട് അരുളി ചെയ്യുന്നവനായിരിക്കണം. പ്രവാചകൻ ദൈവത്തിന് കേൾക്കുന്നവനാണ്. കർത്താവിന് ജനങ്ങൾക്കിവിടെ പാലമായി നിൽക്കുന്നവനായിരിക്കണം. അവൻ നല്ല ദർശകനായിരിക്കണം, വെളിപ്പാടുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ആത്മീയ വരങ്ങളും ആത്മീയ ഫലങ്ങളാലും നിറയപ്പെട്ടവനായിരിക്കണം. സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവചിക്കുന്നവളായിരിക്കണം ഈ കാലഘട്ടത്തിലെ പ്രവാചക ശുശ്രൂഷകന്മാർ. പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ. രക്തം ചെയ്യും. ഞാൻ ഈ ദൈവവചനം ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, നിങ്ങൾ യെശയ്യാവിനെ പോലെ സത്യസന്ധമായി പ്രവചിക്കും ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവസ്ഥലേക്ക് നേരിപ്പിച്ചു കൊടുത്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പറയാണ്, യെശയ്യാവ് പറഞ്ഞവൻ ഇവൻ തന്നെയാണ്. ഹല്ലേലൂയ. അതേ പ്രവാചകന്റെ വാക്കുകൾ നിറവേറിയത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ശക്തനായ ഒരു പ്രവർത്തന ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ പ്രവചനാത്മാവിൽ നിറയ്ക്കും. ഹല്ലേലൂയ. യെശയ്യാവിനെ പോലെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാതെ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ പ്രവചിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം അല്ലെങ്കിൽ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാനെ ഉപയോഗിച്ചതുപോലെ, യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ചതുപോലെ, പീലിപ്പോസിന്റെ മക്കളെ ഉപയോഗിച്ചതുപോലെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ചതുപോലെ ദൈവം നിങ്ങളെയും പ്രവചനാത്മാവിൽ നിറയ്ക്കും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും പ്രവചന ശുശ്രൂഷ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ, യേശുവേ, എന്റെ ജീവിതത്തിൽ ദൈവിക അരുളപ്പാടുകൾ തന്ന ശക്തമായി പ്രവചനപരവും ആത്മാവിന്റെ വരങ്ങളും തന്ന് എന്നെ നിറച്ചങ്കയ്ക്ക് വേണ്ടി അന്ത്യത്തോളം നിൽപ്പാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഭാവി ഞങ്ങളുടെ ജനത്തെ ഈ നാളുകളിൽ ഒരു പുതിയ അഭിഷേകം നൽകി പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനത്തെ ദൈവം ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കാലം വല്ലാത്ത അനുഭവത്തിന്റെ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് പാപബോധം വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ
കുറിച്ച് ശക്തമായി അറിയിക്കുന്ന അളപ്പാടുകൾ പ്രാപിച്ച സത്യസന്ധതയോടും വിശ്വസയോടും കൂടി പ്രവചിക്കുന്ന ശക്തനായ പ്രവാചക ഗണത്തെ എന്റെ ദൈവസഭയ്ക്കകത്ത് സൗകര്യമാരെ തലമുറയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികളോട്, അധികാരികളോട്, ന്യായാധിപന്മാരോട്, ഭരണകർത്താക്കന്മാരോട്, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികളോട്, കരസേന, വ്യോമസേന, നാവികസേന അധികാരികളുടെ തരത്തിൽ കാക്കുന്ന CRPന്റെ അനുകളെ, ക്രമസമാധാന പാലക, നിയമപാലകരെ, കർത്താവ് രഹസ്യ വിഭാഗത്തിലുള്ള പോലീസ് അധികാരികളോട്, ജുഡീഷ്യറിയോട് കർത്താവ് ശക്തമായ ദൂതുകൾ അറിയിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന പ്രവാചകണത്തെ ദൈവം എഴുതിപ്പിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന വാഹന നിർമ്മിതാക്കൾ, വാഹന സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, സമുദ്ര ആഴങ്ങൾ, കരികളിന്റെ ഫാക്ടറികൾ, കമ്പനികൾ, ജോലി, വഴിയോര കച്ചവടക്കാർ, വലിയ ചെറുതമായ വ്യാപാരി, വ്യവസായികൾ, വലിയ സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ ബാങ്ക് മേഖലയായിരിക്കുന്നവർ, എല്ലാ സാമ്പത്തിക മേഖലയിലായിരിക്കുന്നവരെയും കർത്താവ്, കൺസ്ട്രക്ഷൻ രംഗത്ത് നിൽക്കാൻ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുക, ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, തൊഴിലാളികൾ, അല്ലെങ്കിൽ മത, സാമൂഹിക, സാംസ്കാര സംഘടന രംഗ, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, ഭരണോദ്ദേശ പാർട്ടികളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ്, ശൈശവത്തിലും ബാല്യത്തിലും കുമാരി യുവനത്തിലും വാർത്തയിലും രാജ്യത്തിലും യാചക, ഓർഫനേജ്, ഹോൾട്ടർ, തടവറയിലായിരിക്കുന്നവരോട് സത്യസന്ധമായ രീതി പ്രവചനഭൂതകളാൽ അവരെ ആത്മീയമായി നിറയ്ക്കുവാനും ജനത്തെ ഒരുക്കിയെടുക്കുക ശക്തരായിരിക്കുന്ന പ്രവാചകഗണത്തെ എഴുന്നേൽപ്പിക്കുന്നതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന, രാജ്യത്തിന്റെ അധപതനത്തെ, ധാർമ്മികതയെ, അശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. കേരളത്തിന്റെ ലോകരാജ്യങ്ങളുടെ മാനസാന്തരം 800 കോടിയിലധികം ജനത്തിന്റെ വിടുതലായി പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി യാത്ര ചെയ്യുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കർത്താവ് സ്വതം കഷ്ടം സഹിക്കുന്ന സൂര്യസ്വരന്മാർ, അല്ലേരിയ തലമുറയിലായിരിക്കും വിശ്വാസം നാട്ടിൽ കടന്നു ഭാരപ്പെടുന്നവർ, മദ്യത്തിന് മയക്ക് വെടിപ്പെട്ടുണ്ടായ വ്യക്തികൾക്ക് ശക്തമായ ദൂതുകൾ നൽകി അവരെ ദൈവമായി കർത്താവ് ആത്മീയമായി വളർത്തുവാൻ ജനത്തെ, ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. മനുഷ്യന്റെ പക്ഷത്ത് പണലാഭത്തിന് വേണ്ടി നോക്കി ശുശ്രൂഷിക്കാതെ, പണത്തിന് വേണ്ടി ശുശ്രൂഷിക്കാതെ, സ്വാർത്ഥ താല്പര്യത്തിന് സൂക്ഷിക്കാതെ, കള്ളപ്രവാചകന്മാരുടെ ഗണത്തിൽ അകപ്പെട്ടു പോകാതെ, കർത്താവായ യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട ശക്തരായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ പേരെ ദൈവനീതി വെളിപ്പെടണം യേശു കർത്താവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.